Hi all, welcome back. So നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡിലീഷൻ ഫ്രം എ ബൈനറി സെർച്ച് ട്രീ. സോ ഒരു ബൈനറി സെർച്ച് ട്രീയിൽ നിന്ന് നമുക്ക് ഡിലീഷൻ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാം, ഒരു നോഡിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. സോ ഇവിടെ ആക്ച്വലി 3 കേസസ് ആണ് വരുന്നത്. നമുക്ക് ഓരോ കേസസും നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ട്രീ. സോ ഈ ഒറിജിനൽ ട്രീയിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഒരു ചിൽഡ്രൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ചിൽഡ്രൻ ഒന്നും ഇല്ലാത്ത ഒരു നോഡിനെ എങ്ങനെ നമുക്ക് ബൈനറി സെർച്ച് ട്രീയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ഇല്ലാത്ത ഒരു ഞാൻ ഇവിടുന്ന് 44 ആണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. 44 കാരണം 44ന് എന്താണ് ഇവിടെ ചിൽഡ്രൻസ് ഒന്നും ഇല്ല അല്ലെ, ലാസ്റ്റ് നോഡാണ്, ചിൽഡ്രൻ ഒന്നും ഇല്ല. സോ അതിനെ ഞാൻ ബൈനറി സെർച്ചിന് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ 44നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് ചിൽഡ്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. സോ ഇവിടുന്ന് 44 പോയി. സോ അങ്ങനെ നമുക്ക് കിട്ടിയ നമ്മുടെ ഫൈനൽ ആൻസർ ആണ് ഇത്. ഓക്കെ, അപ്പം ചിൽഡ്രൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് മാറ്റുക. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, വെൻ വി ഡിലീറ്റ് 75. അതായത് 75 എന്ന് പറയുന്നത് 1 ചൈൽഡ് അല്ലെ, ഒരു ചൈൽഡ് ഉള്ള നോഡിനെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഒറിജിനൽ ട്രീയിൽ 75 നോക്കുക. 75 ഇതാണ്. 75ൽ എന്താണ് അതിന്റെ ഒരു 66 ആണ് അതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു സിംഗിൾ ചൈൽഡ് ഉള്ള ഒരു നോഡിനെ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സിംഗിൾ ചൈൽഡ് ഉള്ള നോഡ് ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് 66നെ നമുക്ക് ഇവിടുന്ന് നമ്മൾ 75നെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 75നെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റുകയാണ്. ഡിലീറ്റ് ചെയ്ത് മാറ്റി. സോ ഇവിടെ 75, അപ്പം മിച്ചമുള്ള ഇവിടെ എന്താണ് 66 കിടപ്പുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ 60യുടെ വലുതാണ്, 60യെക്കാട്ടിലും വലുതാണ് 66 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60യുടെ റൈറ്റ് സൈഡിലായിരിക്കും 66 വരുന്നത് അല്ലെ, കാരണം ഇത് ബൈനറി സെർച്ച് ട്രീ ആണ്. ഓക്കെ, അപ്പം 60യുടെ റൈറ്റിലായിട്ട് 66നെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുക. കാരണം റൈറ്റ് സൈഡിൽ എന്താണ് വലുതാണ് വരേണ്ടത്, വലിയ ഐഡന്റിഫയർ ഉള്ള നോഡാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സിംഗിൾ ചൈൽഡ് ഉള്ള ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്താൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഒറിജിനൽ ട്രീ. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2 ചിൽഡ്രൻ ഉള്ള ഒരു നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് ബൈനറി സെർച്ച് ട്രീയിൽ നിന്ന്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നമ്മൾ 25നെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ 25. ഓക്കെ, ഈ 25നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റാൻ പോകുന്നത്, ഈ 25. ഓക്കെ, അപ്പൊ ഈ 25നെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് 2 ചൈൽഡ് ഉണ്ട്, 15 ഉണ്ട്, 50 ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറെ നോഡുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 25നെ ഇവിടുന്ന് വെറുതെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 25ന്റെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഒറിജിനൽ ട്രീയുടെ ഇൻഓർഡർ കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒറിജിനൽ ട്രീയുടെ ഇൻഓർഡർ കണ്ടുപിടിക്കുക. അപ്പം ഇൻഓർഡർ കാണുമ്പോഴത്തേക്കിനും 25ന്റെ ഇൻഓർഡർ സക്സസർ ഏതാന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് 25 കഴിഞ്ഞിട്ട് ഇൻഓർഡർ കണ്ടുപിടിക്കുമ്പോൾ 25 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഏത് എലമെന്റ് ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അതാണ് ഇൻഓർഡർ സക്സസർ എന്ന് പറയുന്നത്, 25ന്റെ ഇൻഓർഡർ സക്സസർ. ഓക്കെ, അപ്പൊ 25ന്റെ ഇൻഓർഡർ സക്സസർ എന്ന് പറയുന്നത് 33 ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇൻഓർഡർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. 33 ആണ് 25ന്റെ ഇൻഓർഡർ സക്സസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 25നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 33 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ ഞാൻ ഇവിടെ 25നെ നോക്കുക, ഇവിടെ 33 വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അതിന്റെ ലെഫ്റ്റിൽ 15 വരും, കാരണം 33യെക്കാട്ടിലും ചെറുതാണ് 15. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ 15 വന്നു. ഇനി നെക്സ്റ്റ് ഉണ്ട്, ഇവിടെ 50 ഉണ്ട് അല്ലെ. ഓക്കെ, 33യുടെ വലുതാണ് 50 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 44 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 44, 33 ഇവിടുന്ന് മാറി 33 25ന്റെ അവിടെ വന്നു. അപ്പൊ ഈ 44 എന്ത് ചെയ്യും, 44 എന്ന് പറയുന്നത് എവിടെ വരുന്നത്, 50യുടെ ലെഫ്റ്റ് വരും, കാരണം 50യെക്കാട്ടിലും ചെറുതാണ് 44 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അതായത് 2 ചിൽഡ്രൻ ഉള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 ചിൽഡ്രൻ ഉള്ള നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒറിജിനൽ ട്രീയുടെ ഇൻഓർഡർ കാണുക, ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുന്ന ആ നോഡിന്റെ ഇൻഓർഡർ സക്സസർ കണ്ടുപിടിക്കുക. അതായത് ഡിലീറ്റ് ചെയ്യുന്ന ആ നോഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഏത് നോഡാണെന്നുള്ളത് കാണുക. ആ നോഡിനെ വെച്ചിട്ട് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുക. സോ ഇവിടെ 25ന്റെ പ്ലേസിൽ നമ്മൾ ഇൻഓർഡർ സക്സസർ ആയ 25ന്റെ ഇൻഓർഡർ സക്സസർ ആയ 33യെ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ ഇവിടെ 33 വന്നു. ഓക്കെ, ഇനി അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ളത് നമ്മൾ ആ നോഡിന്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡിലീഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ചിൽഡ്രൻസ് ഒന്നും ഇല്ല എങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. 2 ചിൽഡ്രൻസ് ഉള്ള കേസാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് നോഡാണോ ആ നോഡിന്റെ ഇൻഓർഡർ സക്സസർ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക, ആ ഇൻഓർഡർ സക്സസർ പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള നോഡ്സുകളെ അറേഞ്ച് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിലീഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്രിയേഷൻ, അതായത് ക്രിയേറ്റ് എ ബൈനറി സെർച്ച് ട്രീ യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ എലമെന്റ്സ് 43, 10, 79 ഈ തന്നിട്ടുള്ള സീക്വൻസ് വെച്ചിട്ട് ഒരു ബൈനറി സെർച്ച് ട്രീയെ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 43 എടുക്കുന്നു. 43 എന്ത് നമ്മൾ റൂട്ട് നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 43 ആണ് നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തരുന്ന നോഡിനെ നമ്മൾ റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യുക. സോ റൂട്ട് നോഡ്. ദെൻ നെക്സ്റ്റ് 10 ആണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 10 എന്ന് പറയുന്നത് എവിടെ വരും, 43യുടെ ലെഫ്റ്റിലേ വരുള്ളൂ അല്ലെ. നെക്സ്റ്റ് 79 ആണ്. 79 എന്ന് പറഞ്ഞാൽ 43യുടെ റൈറ്റിൽ വരും. ഓക്കെ, നെക്സ്റ്റ് 90 ആണ്. അപ്പൊ 90 നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്, 90 എന്ന് പറഞ്ഞാൽ 79നെക്കാട്ടിലും വലുതാണ് അല്ലെ, 10നെക്കാട്ടിലും വലുതാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ 79നെക്കാട്ടിലും വലുതാണ്, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് 79ന്റെ കൂടെയാണ്. കാരണം 79നെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണ് 90 അല്ലെ. അപ്പൊ അങ്ങനെ വേണം വെച്ചിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം 79 കഴിഞ്ഞിട്ടാണ് നമ്മൾ 90 കൊടുക്കുക. സോ 79നെക്കാട്ടിലും 79ന്റെ എവിടെ വരും, 79ന്റെ റൈറ്റിലായിരിക്കും 90 വരിക. ഇനി 12 നോക്കിയാൽ എവിടെ വരും, 10ന്റെ റൈറ്റിലാണ് നമ്മൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുക അല്ലെ. 10ന്റെ റൈറ്റിലാണ്, 10നേക്കാൾ കുറച്ചുകൂടെ വലുതാണ് 12 അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിയാൽ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ 12 എന്ന് പറഞ്ഞാൽ 10ന്റെ റൈറ്റിലായിട്ട് വരും അല്ലെ. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എലമെന്റ് ഏതാ വരുന്നത്, 54 ആണ് അല്ലെ. ഇപ്പൊ 54 എന്ന് പറയുന്നത് നമുക്ക് എവിടെ വരയ്ക്കാൻ പറ്റും, 54 എന്ന് പറയുന്നത് എന്താണ് 79ന്റെ ലെഫ്റ്റിൽ നമുക്ക് വരയ്ക്കാം അല്ലെ. 79ന്റെ ചെറുതാണ് 54 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്, 11 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 11 നമ്മൾ എവിടെ വരയ്ക്കും, 11 എന്ന് പറയുന്നത് 12ന്റെ ചെറുതാണ്, 12ആയിട്ട് കുറച്ചുകൂടെ റിലേറ്റഡ് ആണ്, അടുത്താണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ 12നെക്കാട്ടിലും ചെറുതാണ് 11. സോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ഏതാണ് വരുന്നത്, നെക്സ്റ്റ് 9ഉം 50 ആണ് അല്ലെ. അപ്പൊ 9 വരുന്നത് എവിടെയാണ്, 9 എന്ന് പറയുന്നത് 10ന്റെ ലെഫ്റ്റിൽ വരും, 10നെക്കാട്ടിലും ചെറുതാണ് 9 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് 54നെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ 50 പ്ലേസ് ചെയ്യുന്നത്, 54ന്റെ ലെഫ്റ്റിലായിട്ടാണ് നമ്മൾ 50 പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ബൈനറി സെർച്ച് ട്രീയെ നമ്മൾ ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.